അങ്ങനെ ഉറക്കത്തിന് ശേഷം ചായ കുടിക്കാൻ വന്നതാ. നല്ല നല്ല വലിയ ഗ്ലാസ്സിലുള്ള ചായയാണ് ഗൈസ്. വലിയ ഗ്ലാസ്സിലുള്ള ചായ അല്ലേ? വലിയ ചെറിയ ചായ എങ്ങനെയുണ്ട്? വലിപ്പില്ലാന്നോ? ഞാൻ കുടിച്ചോട്ടെ. ചായന്റെ ആള് പറയട്ടെ, ചായ എങ്ങനെയുണ്ട്? പോരാ പറഞ്ഞു പോരാന്ന്. ചായ ലവർ പറഞ്ഞു പോരാന്ന്. ഇളങ്ങി നിൽക്കുന്നതാ. നമ്മൾ 4 പേരല്ലാതെ 5ാമതൊരാള് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതെ, ഞങ്ങളിപ്പോ പോകുന്നത് അങ്ങോട്ടാണ്. എങ്ങനെ നമ്മോടൊന്ന് ചോദിച്ചു, നമ്മൾ ഞാൻ അടുത്തെടുക്കാൻ പോണ്. അങ്ങോട്ടാണ്. ഒന്നും ചെയ്യല്ല, തിരക്കായ ഇവിടെ നിൽക്കാൻ നമ്മളെ നാട് പോലൊന്നുമല്ല. ആരും മാറിക്കൊടുക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതൊക്കെ എന്തോ ഭാഗ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ കുടുങ്ങി. നല്ല അനർത്തി ഏഷ്യാസ് എന്താണെന്നാണ് തിരക്ക് പിടിച്ചാൽ ട്രാഫിക്കിൻ്റെ കുത്തകാണ് എന്ത് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ആംബുലൻസ് വിട്ട് കഴിഞ്ഞാൽ പെട്ടതന്നെ. റേസിങ് ഒരാള് ഏത് പവറായി ഇവിടെ നമ്മള് സ്പൈഡർമാന് മറ്റോള് വെക്കും, മറ്റോ വന്ന് വലട്ട് പിടിച്ചു. അതെ, അങ്ങനെ ബ്രിഗേഡ് റോഡിലെത്തിയിട്ടുണ്ട്. ഇതാണ് ബ്രിഗേഡ് റോഡ്. ബിഗ് ഫാറ്റ് റോൾക്ക് വന്നതാണ്. അപ്പോൾ വാങ്ങണം കുറേ ഇങ്ങനെ പറയണേ. എന്താ നോക്കുക, നല്ലതാവോ അല്ലേ എന്നുള്ളത്. ഒന്ന് വാങ്ങാം, എന്നിട്ട് നോക്കാം. നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ തന്നെയാണ്, സാൽബാക്സിന്റെ നേരെ ഓപ്പോസിറ്റ്. ഷീൻ ലെബൻ അല്ലേ? എന്താണ് ഇത്? റോളിനല്ലേ? അയ്യോ, എന്തേ GST കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ടായി ഗൈസ്. നോക്കാം. അതെ ഓരോരോ പൂതേ നോക്കാം. ഒരു സാധനം വരുമ്പോ മഞ്ഞ രസോ രസമുണ്ട്. ബൈ ഗത്തം സാധനം കിട്ടി. ചെക്കം എന്ത് അതന്നെ ചെക്കം. തിന്നാനൊന്നും വേണ്ട, പണ്ടറ് തിന്നാൻ കിട്ടുമോ? ഇവന്റെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കഴിയാതെ. ഓഹോ, അങ്ങനെയായിരുന്നോ? നമ്മളെ പഴയ കണ്ണടന്റെ ദൂരിന്റെ മാതിരി. എന്താ ഊരാൻ കിട്ടുന്നില്ലേ? മെക്കാനിസം വർക്കായില്ലേ? എന്താണ്? പിന്നെ അവനോട് കുട്ടിക്കുണ്ടാവ് തരാൻ പറഞ്ഞാ പോരി. പൊട്ടിച്ചാലേ ബാംഗ്ലൂര് മറ്റേ ഓരോ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന ചെക്കനാണ്. അപ്പം ഇൻഫ്ലുവൻസർ എന്ന് പറയില്ലേ? അതെ, ഫോളോവർ അല്ലടാ, അതെ നമ്മളപ്കമിങ് ഇൻഫ്ലുവൻസർ ആണല്ലോ, ഇപ്പോഴേ ആണല്ലോ അല്ലേ? അതെ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കൊള്ളാം. പോടാ. അയ്യോ എങ്ങനെ കുപ്പായങ്ങളോ പോവാൻ പറയും. ആ കുഴപ്പമില്ല. പേപ്പർ നിന്നോ? ആ പേപ്പറും കൂട്ടിരുന്നു കുഴപ്പമില്ല, അത് പോന്നോളൂ. പേപ്പറല്ല കുമ്മാല്. ഷിബാന് പേപ്പർ മൊത്തം നിന്നിക്കണേ. പൈസ ഏതായാലും ഇപ്പൊ വിശപ്പ് കൂടിയില്ലേ? വെള്ളത്തിന് ആ ഒരു വിശപ്പ് കൂടിയില്ലേ? അതെ അതെ ഭയങ്കരമായിട്ടാ കളി. അവിടെ 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 നോട്ടെ. പൊന്നിന്റെ കുട്ടി വലുതായിട്ട് ഇതേമാതിരി കൊണ്ടുപോവാ. അതെ പൊന്നുവിന്റെ കുട്ടി മാത്രല്ല ഇക്കാരെ കൂടി കുട്ടിയാ. ആ രണ്ടുപേരെ കുട്ടി. നമ്മളിപ്പോ യൂണിസോൾ മിനിസോൾ പോലെ യൂണിസോൾ കൊറിയൻ തന്നെ. ഓക്കെ അതെ. ബാഗ് ഇത് എന്തെല്ലാം ഐറ്റംസാ. പിള്ളേരൊക്കെ ആയിട്ട് വന്നാല് പെൻസിലിന് ഗൈസ് 30 രൂപ കൊടുത്തുണ്ട് പെൻസിൽ നെക്കിയ വരും. അതേമാതിരി മൂത്താപ്പൊക്കെ വാങ്ങിയതിന് സാധനമാണത്. അല്ലാ കുട്ടികൾക്ക് വാങ്ങി കൊടുത്ത സാധനം. ചുമര് മൊത്തം നിരപ്പാക്കിയ സാധനം. ഫുഡ് പെൻസിൽ വാങ്ങി. ഇനി എഴുതുണ്ടോ നോക്കട്ടെ. ഞാൻ വാങ്ങി. ഓള് പറഞ്ഞത് മറ്റേതായിരുന്നു. വർക്കത്തും പുള്ളിയൊക്കെ ഇട്ടൂടെ. അടുത്തത് പാച്ചൂസ് റോള്. ജംഷിന്റെ അതിയൂറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പാച്ചൂസ് റോള് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബൈറ്റ് എന്ത് പറയുന്നു? എന്തോ പറയുന്നുണ്ട്. ഇതൊന്ന് കഴിയാനായോ? ഒരാളെ കണ്ടിരിക്കുന്നു ഗൈസ്. എല്ലാരും എന്താണ് നിങ്ങളെല്ലാരും ഒരേ സ്വരത്തിൽ നോക്കി നിൽക്കുന്നത്? അമ്പിളിമാമൻ. അമ്പിളിമാമ നല്ല തിളങ്ങി ഇതിൽ കാണുകയല്ല ഗൈസ്. നമുക്ക് പിന്നെ വേറെ ഇതിൽ കാണിക്കാം ഗൈസ്. ഇത് പണ്ട് കട തുടങ്ങിയപ്പോ കുപ്പി പൊട്ടിയപ്പോ ഇട്ട പേരേക്കാരൻ. സ്റ്റേഡിയം അടുക്കളോട് താഴത്തെ മേലെ. അങ്ങനല്ല, ഓരോ ഫസ്റ്റ് ഫ്ലോർക്ക് കയറുക. പിന്നെ വേറെ റിച്ച് ആണ് ഗൈസ്. ആദ്യം തന്നെ ഹെലിപാഡിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങാം. ചാടി ചാടി. അതാണ് എന്ത് നമ്മളെ ചിന്നസ്വാമി സ്റ്റേഡിയം ആണ് കാണുന്നത്. അതിന് ലൈറ്റ് ആണ് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് എന്ത് RCBന്റെ ഹോം മാച്ചസ് ഒക്കെ ഉണ്ടല്ലേ. എന്താണ്
ആ ജംഷി വന്നത് മുതല് ഓരോരോ കടകൾക്കാണ് പോകുന്നത്. അതെന്തിനാ ക്രോസ് ചെയ്യണേ? അങ്ങോട്ട് എന്തിനാ പോണ്? ഇങ്ങോട്ട് പോയാ പോരെ? അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോയാ പോരെ? ജംഷി കൊറേ നേരേ ഓരോ കടയാണ് നമ്മളും പോകുന്നുണ്ട്. ഷിബാന് ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇൻഷാല്ലാ അല്ലേ? വൺ ഡേ ട്യൂസ്ഡേ ഒരു ദിവസം മാത്രോ നമുക്ക് റെന്റിനല്ലേ? നമുക്ക് മുസ്താങ്ങോ? ായി വൺ ഡേന്റെ ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു 2 ഡേ BMW രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ. രണ്ടാം ദിവസം വേണ്ട, ഫസ്റ്റ് ഉണ്ടാവല്ലേ? ലാസ്റ്റാ? ഫസ്റ്റില് ലംബോർഗിനി, പിന്നെ ഫെറാറിന്റെ ടീഷർട്ട് നോക്കി 800 എത്ര 2000 ഇറങ്ങി പോകുന്നു. BMW കുൻ എക്സ്ക്ലൂസീവ്. ജംഷിന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആകെ കേടന്ന് നിങ്ങൾ തിരുവനന്തപുരം പോയാണ്ട് വെറും സോഫ്റ്റ് ഡ്രിങ്കും സോഫ്റ്റ് ഡ്രിങ്കും പ്ലഷർ പ്രിൻസിപ്പൾ. എനിക്കിപ്പോ തിന്നണം തോന്നാ, അജു എടുത്തു പൈസ ഒന്നും കൊടുക്കാതെ എടുത്തു തിന്നും. അതന്നെ അതായത് എനിക്കിപ്പോ ചെയ്യണം തോന്നണം. എന്റെ പ്ലഷർ എന്താണോ അതിനെ ഫോക്കസ് ചെയ്യാം. അതാണ് ഇട്ട് എന്ന് പറഞ്ഞേ. കിങ്ഫിഷർ ടവറാണ് കാണുന്നത്. എൻ്റെ വിജയ് മല്യന്റെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷെല്ല് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളിപ്പോ ശിബാനും ജംഷിക്കും കാട്ടി കൊടുക്കാൻ പോകുന്നതാണ് എന്ത്? ഇന്ത്യസ് ഫസ്റ്റ് ലക്ഷറിയസ് മാൾ. ഇതല്ല, ഇത് നമ്മളെ UB സിറ്റി. അപ്പോൾ ചെക്കന്മാർക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള കുറേ കായുണ്ട് പറഞ്ഞു ജംഷിയുടെ പോക്കറ്റിലും ശിബാൻ്റെ പോക്കറ്റിലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നമ്മളി മാവനും കാണാവുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? UB സിറ്റി മാള് അല്ലെങ്കിൽ UB സിറ്റി. സംശയമാണ് സ്റ്റുഡിയോ ഉണ്ടോന്ന്. അതെ, സ്റ്റുഡിയോ ഇല്ല ഗൈസ്. അങ്ങനെ അതാ UB സിറ്റിയിലെത്തിയിട്ടുണ്ട്. ചെക്കൻ അവിടെ അല്ല, അപ്പുറത്തല്ല, അപ്പുറത്ത് നല്ല ലെവലിൽ DJ നടക്കുന്നുണ്ട്. അതെ, ആണ് എന്ത് കിങ്ഫിഷർ ടവർ. അത് ഓരോരോ അപ്പുറത്ത് നമ്മളെ ചിന്നസ്വാമി. എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജപ്പാന്. ഹോൾ ഫ്ലോറിന് എണ്ണ. ഇതാണ് എന്ത്? UB സിറ്റി മാളും അതേപോലെ കിങ്ഫിഷർ ടവറും പ്രസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ വിജയമല്ലിൻ്റെ ആക്ഷനായിട്ടുള്ള വിട്ടാൽ മലയ്യ എൻ്റെ റോഡിലാണ് നിൽക്കുന്നത്. എന്താ പറയണേ, അൾട്രാ ലക്ഷറി റെസിഡൻഷ്യൽ ഏരിയ ആണിത്. അപ്പോൾ അതാണിത്. ജംഷി ഇവിടെ ഒരു രസമില്ല എന്നാണ് പറഞ്ഞത് സാധനം വാങ്ങാൻ. നല്ല ജപാനെ അവിടെ പോയിക്കേ ഫൗണ്ടൈൻ ഓണാക്കുമ്പോ വെള്ളം. അപ്പോൾ ഇതാണ് ഗൈസ്. ഇതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സാധനങ്ങളുണ്ട്.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് പോവാണ്. അപ്പോൾ ലക്ഷറിയസ് മാളിന്ന് യാത്ര പറയാണ്. ബൈ ബൈ. നാളെ രാവിലെ നീച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം അതിനു വേണ്ടി ഇപ്പം തിരിച്ചു പോവാണ്. ബൈ ബൈ. ആർക്കും വേണ്ട ഗൈസ്, ആർക്കും വേണ്ട. ഇതായി കഴിഞ്ഞാൽ നമ്മള് വേറെ ആപ്പ് 64 ആൾക്കാർ റിജക്ട് ചെയ്തു. നമുക്ക് തിരിച്ചു പോകാനുള്ള വകുപ്പുണ്ടോ എന്നാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റാപ്പിഡോ എടുത്തില്ല അതങ്ങനെ അതെ മഹേഷ് ബാബു തന്നെയാണ്. ആടാ എന്തോ പ്രശ്നമുണ്ട്. മഹേഷ് ബാബുനെ കണ്ടിട്ട് മഹേഷ് ബാബു അവന്റെ പോലെ കണ്ടത്. മഹേഷ് ബാബു കേക്കണ്ട. ഓർഗാനായിക്കണ് 68 ഒരു വട്ടം നമ്മള് വെക്കേണ്ട റേറ്റ് ആണ് 116. അല്ലല്ലോ, ഒരു തരുന്ന റേറ്റ് 69. ആക്കാനെ പറ്റില്ല. ഒരു 70 ആക്കാർ കണക്കൂട്ടിക്കപ്പോഴും എന്റെ മുന്നിൽ നിൽക്കണ്. 70 ആക്കാർ എന്നെ പറ്റിയില്ല എന്നുള്ളത് പേരാണോ ഇഷ്ടപ്പെട്ടത്? അന്നേ പറ്റണില്ല. കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ ഫേക്കാണ്. 70 ആക്കാനെ പറ്റിയില്ലെങ്കിൽ പിന്നെ അതൊക്കെ ഫേക്കാണ്. എന്താണത്? കിട്ടുമോ ഇല്ലയോ? ഇല്ല. കാത്തിരിപ്പിന് വിരാമം. നമ്മുടെ ക്യാപ്റ്റൻ 70-100-ൽ പരം ക്യാപ്റ്റൻകൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ ക്യാപ്റ്റൻ വരുന്നുണ്ട്. 9177 ആണ് നമ്പർ. 9177. 100-ൽ പരം ഫ്രണ്ട്സ്. അപ്പൊ നമ്മളെ ക്യാപ്റ്റനെ കാത്തു നിൽക്കാണ്. എവിടേക്കാണ്? അതല്ല, എവിടേക്കാണ്? വന്നിരിക്കുന്നു, ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. വണ്ടി നമ്മളെ ക്യാപ്റ്റൻ ഡിക്കിയിലാ നിൽക്കുന്നതാ. അതെ, ഏത് ഭാഷ? മലയാളം. റൊമാൻറ്റിക് സൈസില്